ചേട്ടാ, കൊച്ചിയില് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അതേ വാർത്തയുടെ കൂടെ തന്നെ ദീപ്തി മേരി വർഗീസ് നേരത്തെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ചിരുന്നു, അല്ലെങ്കിൽ അടിക്കാൻ കൊടുത്തിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഇന്നലെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കൊച്ചിയിൽ എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിൽ? രാവിലെ കൊച്ചി കോൺഗ്രസിന് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന സ്ഥലവുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു കൗൺസിലറാണല്ലോ. അവർക്ക് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ AICCയിലെ തലപ്പത്തുള്ളവർ ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി തോപ്പുംപടിയിൽ വരെ ഈ രണ്ട് ക്യാമ്പുകളും, കാര്യം ഇന്നലെ ഡൽഹിയിൽ അർദ്ധരാത്രി ഇന്ദിരാഭവനിലും അവിടുന്ന് പിന്നെ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലുമാണ് ചർച്ചകൾ മാറിപ്പോയത്. അപ്പോൾ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കൊച്ചിയിലെ സമരമുഖങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ KSUക്കാരുടെ ഒരു വൈബ്രൻ്റായ ഒരു നേതാവ്. സത്യത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് പോലും ഷിയാസിനോട് ഇഷ്ടം തോന്നും. കാര്യം അദ്ദേഹം പിണറായിയുടെ പോലീസിനോട് നെഞ്ചു കൊടുത്ത് നിന്ന ഒരു നേതാവ് തന്നെയാണ്. പിണറായിയുടെ പോലീസ് പിണറായി പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കിലാത്തി കൊണ്ട് അടിക്കുമ്പോൾ പോലും എന്നാൽ അടിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഷിയാസ് ഇടിച്ചു നിൽക്കുന്ന രംഗം നിരവധി സ്ഥലങ്ങളിൽ കൊച്ചിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു നേതാവ് മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കേണ്ടത് പാർട്ടിയെക്കാളും യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയത്തിന് അതീതമായി ഇവിടുത്തെ സാധാരണക്കാർക്ക് താല്പര്യമുള്ളത് തന്നെയാണ്. സാധാരണക്കാരൻ്റെ ഒരു നേതാവായി ഷിയാസ് കൊച്ചിക്കാരുടെ ഒരു MLA ആയി വരണമെന്ന് ഇവിടുത്തെ സാധാരണ പാർട്ടി പ്രവർത്തകരെക്കാൾ സാധാരണ ജനം ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം കോൺഗ്രസ് പാർട്ടി വൈകിയെങ്കിലും അത് തിരിച്ചറിഞ്ഞത്. കോൺഗ്രസ് പാർട്ടിക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മിക്കവാറും പാർട്ടികളെല്ലാം ജാതി സമവാക്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഏതാണോ നോക്കി അത് നോക്കിയിട്ടാണ് സാധാരണ സീറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് ഷിയാസിനെ പോലുള്ള നേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DCC പ്രസിഡന്റായിരുന്നു. അതായത് കേരളത്തിലെ DCC കമ്മിറ്റികളിൽ കൃത്യമായി പോകുന്ന 1-2 കമ്മിറ്റികൾ മാത്രമേ ഉള്ളൂ. അതിശക്തമായി പോകുന്നൊരു കമ്മിറ്റിയാണ് എറണാകുളത്തെ DCC കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ഷിയാസിനെ പോലൊരു നേതാവ് അത്ര ശക്തമായിട്ടാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ പറയുന്നത് പോലെ ഇപ്പം ഷാഫി പറമ്പിലൊക്കെ എവിടെ പോയി നിന്നാലും വിജയിക്കും എന്ന് പറയുന്നത്. അതായത് ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പെട്ടൊരു നേതാവാണ്. പക്ഷേ ജാതി സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എവിടെ നിന്നാലും വിജയിക്കുന്ന ഒരു നേതാവായിട്ട് ഷാഫി മാറിയിട്ടുണ്ട്. അതൊരു നേതാവിൻ്റെ കഴിവാണ്, ഒരു ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെയല്ലേ ഷിയാസും? തീർച്ചയായിട്ടും ഷിയാസിനെ സംബന്ധിച്ച് ഷിയാസ് ഈ കഴിഞ്ഞ കാലയളവിൽ ഏതാണ്ട് ഒരു 5, 6, 7 കാര്യം കൊച്ചിയിൽ ഞാനും രാഹുലൊക്കെ വന്നിട്ട് ഏതാണ്ട് കുറച്ച് കൊല്ലങ്ങളായി. അപ്പോൾ നമ്മൾ കാണുന്ന സമരമുഖങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവ്, സംഘടനയിൽ അതായത് കോൺഗ്രസ് സംഘടനയിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാവും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നേതാവും എന്നൊരു മുഖം കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ കണക്കൊന്നും പറയണ്ട, നമ്മൾ കൊല്ലക്കണക്കൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും, എല്ലാ സാധാരണക്കാർക്കും അറിയുന്ന രീതിയിൽ പിണറായിയുടെ പോലീസിനോട് നിന്നെയൊക്കെ കാണിച്ചു തരാം എന്നും മുഖത്ത് നോക്കി പറയുന്ന ഷിയാസിന്റെ ആ ഒരു വീര്യം, ഷിയാസിന്റെ ആ ഒരു വീര്യം നമുക്ക് പിണറായി പോലീസിനോട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പിട്ട് ഷിയാസിന്റെ ശക്തമായിട്ടൊരു നിലപാട് കാണുന്നത് വലിയ പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം, അതായത് കേരളത്തിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ DYFA ഒക്കെ സമരം നടത്തി ഒരു DCC ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെ. അപ്പോൾ എറണാകുളം DCC ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെ സമരം നടത്തുന്ന സാഹചര്യത്തിൽ അവിടെ DCC പ്രസിഡന്റ് കസാരയിട്ട് കൈ കെട്ടിയിരിക്കുന്ന ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് പോയിട്ടില്ല. കാരണം അത്രയും ശക്തമായിട്ടുള്ള നിലപാടാണ്. ചങ്കൂറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അപ്പുറത്ത് വടിയും കല്ലുമായിട്ടൊക്കെ DYFI പ്രവർത്തകര് സമരം ചെയ്ത് അങ്ങോട്ട് പോകുന്ന സാഹചര്യത്തിൽ DCC ഓഫീസിനെതിരെ ചിലപ്പോൾ കല്ലേറുണ്ടാകാം, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകാം എന്നുള്ള മുൻകൂട്ടിയുള്ള ധാരണ. അതിനു മുമ്പിട്ട് കേരളത്തിലെ പല DCC ഓഫീസിലും ഇതേ കൂട്ടുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അവിടെ എറണാകുളത്തെ DCC പ്രസിഡന്റ് നേരെ വരിക, പുറത്തൊരു കസാര ഇടുക, പുറത്തിരുന്നിങ്ങനെ വീക്ഷിക്കുകയാണ് DYFI പ്രവർത്തകർ പോകുന്ന പരിപാടി. അവരൊന്നും ഇട്ടാതെ ഒരു സൈഡിലൂടെ പോകുന്നൊരു സാഹചര്യം. അതാണ് ഒരു നേതാവിനെ നേതാവാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരളത്തിന്റെ എവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും വിജയിക്കും. അത് അദ്ദേഹം നേടിയെടുത്ത ഒരു രാഷ്ട്രീയ പരിചയമാണ്, അല്ലെങ്കിൽ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാണ്. ഷിയാസിനെ സംബന്ധിച്ചും ജനങ്ങളോടുള്ള ഇടപെടൽ, കൊച്ചി എന്ന് പറയുന്ന കേരളത്തിന്റെ അത്രയും വെളിയിൽ നിന്നൊക്കെ നിറയെ ആളുകൾ ദിനം പ്രതിയാണ് കൊച്ചിയിലേക്ക് വന്ന് നിറയുന്നത്. അപ്പോൾ തിങ്ങി നിറഞ്ഞു പോകുന്നൊരു
സിറ്റി, ഒരു പ്രദേശത്തെ നിയന്ത്രിക്കാൻ കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടുകൾ പറയാൻ, ശക്തമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നതൊരു നല്ലൊരു കാര്യമാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പം ജനങ്ങളുമായിട്ടുള്ള ഇടപെടലാണ് ഷിയാസിന് ഈ സീറ്റ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അർഹതപ്പെട്ട സീറ്റാണ്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചാണെങ്കിൽ മാധ്യമങ്ങളോട് പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ കഴിയാത്ത ഒരു നേതാവായിട്ടാണ് പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് ഷിയാസിന് വേണ്ടി കരുതി വെച്ചിരുന്ന സീറ്റ് തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് നേരത്തെ ഫ്ലെക്സ് അടിച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ പാർട്ടികളും ഏത് സമൂഹമാണോ അവിടെ കൂടുതലുള്ളത് ആ സമൂഹത്തിൽ പെട്ട ആരെങ്കിലും കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ആ സമൂഹത്തിൻ്റെ വോട്ട് കൂടെ കിട്ടുമോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ സമൂഹത്തിൽ മത്സരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും സമുദായത്തിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് മത്സരിപ്പിച്ച് ആ വോട്ട്, ന്യൂനപക്ഷ വോട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് വാങ്ങാൻ നോക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഷിയാസിനെ പോലുള്ള നേതാക്കന്മാരെ പരിഗണിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പൊതുമുഖമാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഒരു പൊതുമുഖമാണ്. എറണാകുളത്തിൻ്റെ DCC പ്രസിഡന്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അപ്പുറത്തേക്ക് എറണാകുളത്തെ DCCയെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. ഇപ്പോൾ DCC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്, ഒരുപാട് നേതാക്കന്മാർ. നമുക്കറിയാം എറണാകുളത്ത് എത്ര നേതാക്കന്മാരുണ്ട്. ഇവരെ എല്ലാം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിരവധി മുതിർന്ന നേതാക്കളുടെ ഒരു സ്ഥലമാണ്. ഇപ്പൊ ഹൈബി തുടങ്ങി, ഈ പറയുന്ന ടോണി ചെമ്മണ്ണി തുടങ്ങി, നമ്മൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരു 10-20 കൂടുതൽ നേതാക്കൾ തന്നെ ഇവിടെ. അത് മാത്രമല്ല, എറണാകുളം എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിന്റെ കോട്ടയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തു പറയത്തക്ക വിധത്തിൽ വിജയിക്കുന്ന എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഇത് പറയുമ്പോഴേ കളമശ്ശേരിയിൽ അദ്ദേഹത്തിന് സീറ്റ് പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണ്. അവിടെ ഇപ്പോൾ ഈ രാജീവ് എന്ന് പറയുന്ന മന്ത്രി, പി രാജീവ് മന്ത്രിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഈ കളമശ്ശേരിയിൽ ഉറപ്പിച്ചിരുന്ന സീറ്റാണെങ്കിൽ നമ്മൾ തന്നെ പല ആവർത്തി നമ്മുടെ തന്നെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളമശ്ശേരിയിൽ ഷിയാസ് ജയിക്കും, മുഹമ്മദ് ഷിയാസ് ജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒടുവിൽ അത് ലീഗിന് കൊടുക്കുന്നു. അവിടെയും ഒരു ചെറിയ അട്ടിമറി, ഈ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കകത്താണോ അതേ യുഡിഎഫിനകത്തോ അതായത് മുന്നണിക്കകത്തോ ഒരു അട്ടിമറി ശ്രമം നടന്നോ എന്ന് നമുക്ക് പറഞ്ഞു. അവസാന ഭാഗത്താണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് UDFന്റെ ചെയർമാൻ. നമുക്ക് ആ സംവിധാനം മനസ്സിലാവാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ സംവിധാനം നമ്മൾ കളിയാക്കി പറയുകയാണ്. ഇതെന്തുവാണ് ജനാധിപത്യം കൂടുതല. ഇത്രയും എലക്ഷൻ പ്രഖ്യാപിച്ച് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരെന്താണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് മൊത്തം എന്ന് പറഞ്ഞ് നമുക്കിരുന്ന് കളിയാക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ, ഇതൊരു ദേശീയ പാർട്ടിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വി ഡി സതീശൻ്റെ അടുത്ത് മൈക്കുമായിട്ട് മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സംസാരിക്കാൻ സമയം കിട്ടട്ടെ, ഇവിടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ കുറച്ച് സമയമാണ് ചർച്ച ചെയ്യാൻ കിട്ടുന്നത്. പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ആ പൂർണ്ണമായും ചർച്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവിടെ നിന്നും മാറിയിട്ട് ഗാഡ്ഗയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക്. അതെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നില്ല. അപ്പോൾ ദേശീയ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകളും മുഴുവൻ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇത് അവതരിപ്പിക്കാനും സീറ്റ് കൃത്യമായിട്ട് വിഭജിച്ച് മാറ്റി ആളുകൾക്ക് കൊടുക്കാനും കഴിയുകയുള്ളൂ. അതൊരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പാടാണ്. ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ദേശീയ പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ് എന്നൊക്കെ അവർ പറയുമെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കോട്ടിട്ട് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ദേശീയ പാർട്ടിയായി. അപ്പോൾ ഇവിടുന്ന് പിണറായി വിജയൻ പറയുന്നു ഇന്ന ആളുകളെ മത്സരിപ്പിക്കുക, പിണറായി വിജയൻ ഒപ്പ് പിടിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അവിടെ അംഗീകരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ബേബിക്ക് അറിയാന്നുള്ളത് തന്നെ. അതെ, ബേബി പിണറായി വിജയനും കൂടെ രണ്ടുപേരും ഇവരാണ് മത്സരിക്കുന്നത് പറഞ്ഞ് നേരെ ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ അല്ല. ഒരു ദേശീയ പാർട്ടി ആവുന്ന സമയത്ത് 2-3 പേരുകൾ കാണും. ഇപ്പോൾ ഞാൻ പറയാം, ഒരേ മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും വി ഡി സതീശനും മത്സരിക്കുകയാണ്. ആരെ മാറ്റി നിർത്തും? 3 പേരും ശക്തരായിട്ടുള്ള നേതാക്കന്മാരാണ്. പക്ഷെ ഒരാൾക്കേ മത്സരിക്കാൻ കഴിയുള്ളൂ. അവസാനം പേര് വരുമ്പോൾ അത് പല സമവാക്യങ്ങൾ നോക്കിയിട്ട് ഒരാളിനെ. അതെ, ഇപ്പൊ പേര് വരുമ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, വി ഡി സതീശൻ 3 പേരും കൂടെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ആർക്ക് സീറ്റ് കൊടുക്കും? രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ആ മണ്ഡലത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളും കെ സുധാകരനെ ഇഷ്ടപ്പെടുന്ന ആളുകളും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും.
ഇപ്പോൾ സുധാകരന് കൊടുക്കുകയാണെങ്കിൽ ബാക്കി രണ്ടുപേരും വിഷയങ്ങൾ ഉണ്ടാക്കും. VD സതീശൻ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ബാക്കി രണ്ടുപേരും വിഷയങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളായിരിക്കും, ശക്തരായിട്ടുള്ള നേതാക്കന്മാരായിരിക്കും. പക്ഷേ എല്ലാവരും ശക്തരാകുമ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ച്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശക്തരായിട്ടുള്ള നേതൃത്വം കൂടുതലാണ്, നേതാക്കന്മാർ കൂടുതലാണ്, അണികളെക്കാൾ നേതാക്കന്മാർ കൂടുതലാണ്. ഒരു മണ്ഡലത്തിൽ തന്നെ 10 നേതാക്കന്മാർ, ക്വാളിറ്റി ഉള്ള 10 നേതാക്കന്മാർ, നിന്നാൽ വിജയിക്കുന്ന 10 നേതാക്കന്മാർ, ഇവരിൽ ആരെ നിർത്തുമെന്നുള്ള വിഷയമാണ് ഇത്. താഴെ അണികളുടെ ഇടയിലേക്ക് വരുമ്പോൾ അണികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുണ്ടാകും, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു വിഭാഗം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി അങ്ങനെ പൂർണ്ണമായിട്ട് കോൺഗ്രസിന് ഒരിക്കലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ഏറ്റെടുക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന്റെ അവസാനത്തെ ദിവസം വരെയും ഈ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 55 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു, എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അതിനു മുമ്പേ വരെ വലിയ വിഷയങ്ങളായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രചരണം തുടങ്ങി അവര് അണികളെല്ലാം ഒന്നിച്ചു വന്ന് അവർ പോകും. അതൊരു പാർട്ടിയുടെ ഒരു അടിസ്ഥാന യോഗ്യതയാണ്. കാരണം ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരെ ഒഴിവാക്കുമ്പോൾ ഒഴിവാക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് കാരണം പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ ഒഴിവാക്കുന്ന ആൾക്ക് ചിലപ്പോൾ നീരസം ഉണ്ടാകും, ഇയാളെ എന്തുകൊണ്ടാണ് എന്നേക്കാൾ കൂടുതൽ പരിഗണിച്ചത്. അത് DCC അല്ല, KPCC അല്ല തീരുമാനിക്കുന്നത്, AICC ആണ്. AICCക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ AICCയുടെ കയ്യിൽ പഠനങ്ങളുണ്ട്. ഈ കനകോലും ഒന്നും വെറുതെ അല്ലല്ലോ കേരളത്തിൽ കോടികൾ കൊടുത്ത് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അവരുടെ കയ്യിലുണ്ട്. അതെ, AICCയെ സംബന്ധിച്ച് അവർ നടത്തുന്ന സർവേകളുണ്ട്, സർവേ ഉണ്ട്, ഇവിടുന്ന് സർവേ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 2-3 നേതാക്കന്മാരെ കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. ഇവരെല്ലാം കൃത്യമായിട്ട് പഠിച്ച് റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇത് വെറുതെ അല്ല ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇതെല്ലാം നോക്കിയിട്ട് ഇന്നാളെ നിർത്തിക്കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരിക്കലും ഇയാൾ വിജയിക്കുമെന്ന് പറഞ്ഞല്ലോ, സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു കൂടുതൽ പോയിന്റ് വരുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ മത്സരിപ്പിക്കും, അത് സ്വാഭാവികമാണ്. അപ്പോ ഷിയാസിനെ പോലൊരു നേതാവിനെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ക്വാളിറ്റിയാണ്. അയാൾ DCC പ്രസിഡന്റ് ആണ്. എറണാകുളം DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചുമ്മാതാണോ? അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് CPM-കാരനെയും ഏത് DYFI-കാരനെയും ഏത് പോലീസുകാരനെയും കൃത്യമായിട്ട് നേരിടാൻ അറിയാവുന്ന ആള് തന്നെയാണ്. ആ ചങ്കുറപ്പിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ കൊച്ചിയിലേക്ക് മത്സരിപ്പിക്കുന്നത്. എന്താണെങ്കിൽ അദ്ദേഹം പാട്ടും പാടി ജയിക്കും.